എന്താണ് ഇതാണ് സാധനം. ഞാൻ കാറിൽ കയറിയിട്ട് നിങ്ങളത് വിശദമായിട്ട് കാണിക്കാം. എനിക്കും മെനോറയ്ക്കുള്ള സാധനമാണ്. ഇപ്പം പറയാം. മെനോറയ്ക്ക് സർപ്രൈസ് ഉണ്ട് കേട്ടോ. മെനോറയ്ക്ക് ഞാൻ മേടിച്ച സർപ്രൈസാണ്. എന്തോ വേണ്ടേ? മന്തിയോ? ഫുഡ് എന്താണ് ചിരിക്കുന്നേ? നമുക്ക് ഫുഡ് കഴിച്ചു തുടങ്ങിയാലോ? യാത്ര തുടങ്ങിയില്ല, അതിനകം ചിരിച്ചാൽ ഫുഡൊക്കെ കഴിക്കാനുള്ള ആഗ്രഹം. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങളിപ്പം പൂവാറ് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. പൂവാറ് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ജിഞ്ചൻ പോയിട്ടുണ്ടോ അതിന് മുമ്പേ? ഫസ്റ്റ് ടൈമാണ് ഞങ്ങളെല്ലാം പൂവാറ് പോകാൻ പോകുന്നത്. നമുക്ക് നോക്കാം എന്താണ് നടക്കാൻ പോകുന്നതെന്ന്. ഒരു പ്ലാനിങ്ങും ഇല്ല കേട്ടോ. നേരെ പൂവാറ് പോവുക, അവിടെ ചെന്നിട്ട് ബാക്കി പ്ലാൻ ചെയ്യാമെന്നുള്ള രീതിയിൽ നിൽക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. അവിടെ ചെന്നിട്ട് നമുക്ക് എന്താ പറയുക, മൂടുണ്ടെങ്കിൽ നമ്മളൊരു ദിവസം അവിടെ സ്റ്റേ ചെയ്യും. നമ്മളിതുവരെ ഒന്നും സ്റ്റേയുടെ പരിപാടിയൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അപ്പം പ്ലാൻ ചെയ്യാമെന്നുള്ള രീതിയിൽ നിൽക്കുന്നു. അയ്യോ, ഇപ്പം ഞങ്ങൾ കൊട്ടാരക്കരയായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഉറങ്ങി. ഞാനിവിടുന്ന് ഇൻഡിക്കേറ്റർ ഇടാൻ നിന്നതാ. അയ്യോ, തല വേദനിക്കുന്നല്ലേ? ഓക്കെ അതാ സംഭവം കേട്ടോ. ജിബിനച്ചനെ കുറച്ചേരം മുമ്പ് പറഞ്ഞ് നീ വണ്ടി ഒന്ന് ഒതുക്ക്, ഞാൻ ഓടിക്കാതെ. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ താണ്ട് ജിബിനച്ച ഒരു മയങ്ങുന്നു. ഞങ്ങൾ ചോദിച്ചു ഉറങ്ങിയതാന്ന്, പക്ഷെ അല്ല, തലവേദനിച്ചിട്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ വഴിയോരക്കടയിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ആണോ? എന്നാ പിന്നെ വിട്ടോ. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ. എന്തോ വേണ്ടേ? മന്തിയോ? എന്തോ പറഞ്ഞേ? മന്തിയോ? കഴിക്കുന്ന മന്തിയോ? ചിക്കൻ വേണോ ബീഫ് വേണോ? ബീഫോ? ഞങ്ങളിപ്പോൾ തിരുവനന്തപുരം ആസിഫെ ബിരിയാണിയിലാണ് പോകുന്നത്. ഇവക്ക് മന്തി വേണോന്ന് പറഞ്ഞു. അപ്പൊ മന്തി കിട്ടുന്ന കടകൾ നമുക്കില്ല, മന്തിയില്ല. അപ്പൊ പിന്നെ ഇവിടെ ഒന്ന് പറ്റിച്ചേക്കാം. നേരെ നമ്മള് ചിക്കൻ ബിരിയാണി കഴിക്കാൻ പോവാണ്. അവർക്ക് മനസ്സിലാകത്തില്ല, അവള് തക്കടില്ല, അവർക്ക് മനസ്സിലാകത്തില്ല. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ പോവാണ്. ഓപ്പോസിറ്റ് അൽസാജ്. ഒടുക്കത്തെ ബ്ലോക്കായിട്ടോ, ഭയങ്കര ബ്ലോക്കാ. ഞങ്ങള് വെഞ്ഞാറമൂടിന് മുമ്പല്ലേ, കിളിമാനൂർ കഴിഞ്ഞ് ഞങ്ങൾക്ക് മെയിൻ റോഡ് വഴി വരാൻ പറ്റിയില്ലായിരുന്നു. ഞങ്ങൾക്ക് ഇവിടുന്ന് ഡൈവേർട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഡൈവേർട്ട് ചെയ്ത് ഏതോ ഒരു കുതാമിക്കൂടൊക്കെയാണ് പോകുന്നത്. ഈ സ്ഥലത്തിന്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ പോവുക, മാപ്പില് ലൊക്കേഷൻ ഇട്ട് ഞങ്ങളങ്ങ് പോവുക. പക്ഷെ മെയിൻ ബസ്സൊക്കെ ഇതുവഴിയാ വരുന്നത് കേട്ടോ. അവിടെ എന്തോ പണി നടക്കുവാ വെഞ്ഞാറമൂട്ടില്. വെഞ്ഞാറമൂട്ടിൽ ഇനി ഇത് വരുവാണോ വെച്ചാ? ഫ്ലൈ ഓവർ വല്ലതും വരുവാന്നോ? ആ റോഡ് വലുതാക്കുക. വെഞ്ഞാറമൂട്ടുകാര് എന്താണ് അവിടെ വെഞ്ഞാറമൂട്ടിൽ എന്താ സംഭവം എന്ന് കമന്റ് ബോക്സിൽ നിന്നിട്ടേക്കണേ, ഞങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടിയാണ്. അസിഫി ബിരിയാണി കഴിക്കാം. മെനോറി ബിരിയാണി കഴിക്കാൻ പോന്നോ? നല്ല സന്തോഷം കണ്ടില്ലേ?
A few moments later. അയ്യോ അങ്ങനെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? അഭിപ്രായം പറ. എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. പ്രോൺസ് റൈസ് അടിപൊളിയായിരുന്നു, നല്ല സ്പൈസി റൈസ് ആയിരുന്നു, നോർമൽ ബിരിയാണിയേക്കാളും ടേസ്റ്റി ആയിരുന്നു. അയ്യോ അങ്ങനെ ഞങ്ങൾ തിരിച്ചു. എന്താണ് ഹോട്ടലിൻ്റെ പേരെന്തുവായിരുന്നു? ആസിഫി ബിരിയാണി. അപ്പോൾ നിങ്ങൾ കഴക്കൂട്ടം വഴി പോരുവാണെങ്കിൽ കയറി നോക്കുക. അൽസാജിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അയ്യോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ എല്ലായിടത്തും ബ്രാഞ്ച് ഉണ്ട് കേട്ടോ. കൊല്ലത്തൊക്കെ ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ആസിഫിയെ പറ്റി മനസ്സിലാക്കി ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. നല്ലതായിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങളെല്ലാം ഇങ്ങോട്ടാ ലുലുവിലോട്ടല്ലേ. ഇനി അടുത്ത ലുലു മോളിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇതാണ് ഹണി കേക്ക് കേട്ടോ, ഹൈവ്സിൻ്റെ ഹണി കേക്ക്. നിങ്ങൾ കഴിച്ചിട്ട് അഭിപ്രായം പറ. ആണോ? നിങ്ങൾ കഴിക്കുന്നതാണോ? കേക്ക് കൊള്ളാം കേട്ടോ, ഇഷ്ടപ്പെട്ടു. എന്ത് പേരെന്തുവാ? ഹൈവ്സിൻ്റെ ഹണി കേക്കോ? വണ്ടിയുണ്ട്. അതിൻ്റെ പുറം എടുത്തോ. ഓ കൊള്ളാം. അയ്യോ പിന്നെ നിങ്ങൾ ചോദിക്കുമായിരിക്കും എങ്ങനെ ഡ്രസ്സ് മാറിയെന്നല്ലേ. ഞാൻ ജ്യൂസ് കുടിച്ചോണ്ടിരുന്നപ്പോൾ കുറച്ച് സാധനം ഇല്ല, നിങ്ങൾ ചോദിക്കില്ല, പക്ഷെ എന്നാലും ഞാൻ പറയണമല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. വേണ്ട ചേച്ചി. അപ്പോൾ അതാ സംഭവം. ഞാൻ ജ്യൂസ് കുടിച്ചപ്പോൾ സംഭവം വൈറ്റ് ഷർട്ടല്ലായിരുന്നു, നേരെ അത് അതിനകത്ത് വന്ന് വീണു. ചെയ്യാം. പിന്നെ ഞാൻ അതങ്ങ് മാറി. ജിബിനച്ചൻ്റെ ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജിനിച്ച ഒരു ഡ്രിങ്ക് മേടിച്ചു, പക്ഷെ അത് മറ്റേ ഓപ്പണർ വെച്ച് തുറക്കാൻ പറ്റുള്ളൂ. ജിബിനച്ചൻ്റെ പല്ലാണ് നമ്മുടെ ഓപ്പണർ. ആ ടിഷ്യൂ പേപ്പർ എടുക്കണ നല്ലത്. ന്യൂയോർക്ക് ചിക്കൻ ജിബിനച്ചൻ ഫിഷൊക്കെ ഓപ്പൺ ആക്കിയിട്ട് കൈയൊക്കെ കഴുകിയിട്ട് വന്നിരിക്കുന്നു. എന്നാ കുടിക്കൂ, എനർജി വീഴട്ടെ. അങ്ങനെ ഞാൻ ഒരു ഐറ്റം മേടിച്ചു മക്കളെ. എന്താണ് ഇതാണ് സാധനം. ഞാൻ കാറിൽ കയറിയിട്ട് നിങ്ങളത് വിശദമായിട്ട് കാണിക്കാം. അങ്ങനെ എനിക്കും മെനോറയ്ക്കും ഒരു സാധനം മേടിച്ചു. അത് ഞാൻ എപ്പോഴും അടുത്ത് പറയത്തില്ല, കാറിൽ കയറുമ്പോഴേ ഞാൻ പറഞ്ഞു കൊടുക്കത്തുള്ളൂ. അതതിന് പിണങ്ങിയിരിക്കുക. അയ്യോ അങ്ങനെ ലുലുവിൻ്റെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ചേച്ചി തുണി എടുത്തല്ലോ. എല്ലാവരും സാധനങ്ങളൊക്കെ മേടിച്ചു. ചേച്ചി തുണിയൊക്കെ എടുത്തു. എല്ലാവരും സംഭവം സെറ്റായി. ഞാനൊരു ഐറ്റം മേടിച്ചിട്ടുണ്ട്. എനിക്കും മെനോറയ്ക്കും ഉള്ള സാധനമാണ്. ഇപ്പം പറയാം. മെനോറയ്ക്ക് ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. മെനോറയ്ക്ക് ഞാൻ മേടിച്ച സർപ്രൈസാണ് ഇത് കേട്ടോ. ഹോട്ട് വീൽസ് ഡൈകാസ്റ്റ്. എന്നാടാ മെനോറ? ഓക്കെ. അപ്പോൾ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡൈകാസ്റ്റ് കാർഡ്സ് ഞാൻ ആരുമായിട്ട് ഷെയർ ചെയ്യാറില്ല. പക്ഷെ ഞാനിത് മെനോറയ്ക്ക് കൊടുത്തത്. അവളും എന്നെപ്പോലെ വലിയതല്ല, ഞാൻ വലിയ ഡൈകാസ്റ്റ് ഫാനൊന്നുമല്ല, പക്ഷേ എനിക്കത് ഭയങ്കര താല്പര്യമായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ ചെറിയ കളക്ഷനുണ്ട്. അപ്പോൾ അവളും എന്നെപ്പോലെ ഒരു ഹോട്ട് വീൽസ് ഡൈകാസ്റ്റ് കാർ കളക്ടർ ആവട്ടെ എന്ന് ഞാൻ കളക്ടർ ആവട്ടെ, പിന്നെ ജില്ലാ കളക്ടർ ആവട്ടെ. അനേകം രാജ്യങ്ങൾ ഭരിക്കട്ടെ കളക്ടറായിട്ട്.
ജില്ലാ കളക്ടറായിട്ടൊക്കെ വെച്ചാൽ രാജ്യം ഭരിക്കുന്നത്. അതെന്തൊരു പറച്ചില്ല ജിൻചാൻ പറഞ്ഞേ. പൂവാറ് പോവാ കേട്ടോ. എന്തുറ്റി വയറ് പിടിച്ചതായിട്ടോ, കുഴപ്പമില്ല. ഞങ്ങളിപ്പോൾ പൂവാറ് പോയിട്ട് അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ഞങ്ങൾ നേരെ വിഴിഞ്ഞത്ത് പോവും. വിഴിഞ്ഞത്ത് പോയിട്ട് അവിടുത്തെ സീ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് കഴിക്കുന്ന കാര്യങ്ങൾ കഴിച്ചിട്ട് കോവളത്ത് പോയിട്ട് സ്റ്റേ ചെയ്യാം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. കോവളത്ത് സ്റ്റേ നോക്കിക്കൊണ്ടിരിക്കുക. കിട്ടിയാൽ ഞങ്ങൾ അങ്ങോട്ട് പോകും, ഇല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകും. അല്ലേ പാണ്ടിത്തിട്ടിൽ ഞങ്ങൾ സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ വീട്ടിൽ പോയി സ്റ്റേ ചെയ്യുന്നതാണ്. A few moments later. ചെറിയൊരു തിരുത്തുണ്ട് കേട്ടോ. നമ്മൾ പൂവാറ് പോകുന്നില്ല. പൂവാറ് വെള്ളം കയറി കിടക്കുവാന്ന് പറഞ്ഞു, ബീച്ചിൽ കടൽ കയറി. അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അവിടെ ചെന്നിട്ടായിരുന്നു നമ്മൾ ഐലൻഡിലോട്ട് പോകേണ്ടത്. അപ്പോൾ അങ്ങോട്ട് ഇപ്പം തൽക്കാലത്തിന് റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടും പോകുന്നില്ല. ഇപ്പം നമ്മൾ നേരെ വിഴിഞ്ഞത്ത് പോവുക. വിഴിഞ്ഞത്ത് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. സീ ഫുഡ് കഴിക്കാനാണ് നമ്മൾ മെയിനായിട്ട് വന്നത്. ഫുഡ് എന്താണ് ചിരിക്കുന്നത്? ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങളെ ഞാൻ പൂവാറ് കാണിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, പക്ഷെ കാണാൻ പറ്റിയില്ല. എന്ത് ചെയ്യാൻ പറ്റും? ശരി, എനിക്ക് പോലും കാണാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാ നിങ്ങളെ കാണിക്കുന്നത്? അപ്പോൾ ഞങ്ങൾ പ്ലാൻ തിരുത്തി. ഞങ്ങളിപ്പോൾ വിഴിഞ്ഞത്ത് പോവാ. വിഴിഞ്ഞത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അതാണ് കാണുന്ന, ദൂരെ കാണുന്നതാണ് വിഴിഞ്ഞം പോർട്ട് കേട്ടോ. നമുക്കങ്ങോട്ട് കയറിപ്പോകാൻ റെസ്ട്രിക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ലേ ചാ? നമുക്ക് കയറിപ്പോകാൻ അങ്ങനെ പറ്റില്ല. അയ്യോ, അടിപൊളിയാണ്. ഞാൻ നിങ്ങളെ സൂമിൻ ചെയ്ത് കാണിക്കാം. കണ്ടോ, അതാണ് വിഴിഞ്ഞം പോർട്ട്. അതിനപ്പുറം ഇത് കണ്ടോ, വേറൊരു സംഭവം കാണിക്കാം. ഇഷ്ടം പോലെ ബോട്ടുകൾ, ഇഷ്ടം പോലെ. ഇവർ മീൻ പിടിക്കാനൊക്കെ പോകുന്ന ബോട്ടുകളാണ് കേട്ടോ. ഒരുപാട് ബോട്ടുകളുണ്ട്. അങ്ങനെ കൂട്ടി വെച്ചേക്കുക. ഒരു രക്ഷയില്ല. നല്ല വൈബുണ്ട് കേട്ടോ ഇവിടെ. നല്ല കാറ്റും നല്ല തണുപ്പും ഉണ്ട്. വെയിലുണ്ടെങ്കിലുമേ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഇവിടെ. അയ്യോ, അപ്പോൾ ഞങ്ങൾ വിഴിഞ്ഞത്ത് നിന്ന് നമ്മൾ ടാറ്റ ബൈ ബൈ പറയുകയാണ് സുഹൃത്തുക്കളെ. ഇനിയിപ്പോൾ ഞങ്ങൾ അടുത്ത സ്പോട്ടിലോട്ട് പോവാം. അടുത്ത സ്പോട്ട് എന്താ? കോവളത്താണ് അടുത്ത സ്പോട്ട് കോവളം. അതിന് മുമ്പ് നോക്കട്ടെ, സീ ഫുഡ് കഴിക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടെങ്കിൽ നമ്മൾ സീ ഫുഡും കഴിക്കുന്നതായിരിക്കും. കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നതായിരിക്കും. യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇപ്പം വന്നേക്കുന്നത് ട്രിവാൻഡ്രം ലീലയിലാണ് കേട്ടോ. ലീല റിസോർട്ടിലാണ് വന്നേക്കുന്നത്. ഒരു കാര്യം നിങ്ങളെ കാണിക്കാൻ, ഒരു അടിപൊളി സാധനമുണ്ട്. അതേ ഉണ്ടോ? എന്താണത്? ഇത്ര അടുത്ത മയിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒരു മയിലിനെ ഇത്ര അടുത്ത് വെച്ച് കാണുന്നത്. ഓ, പറന്നു പോയി.
ഇവിടെ പിരിക്കാൻ നമ്മൾ സ്കൈ ബാറിൽ വന്നേക്കുന്നുള്ളൂ കേട്ടോ. നമ്മൾ കഴിക്കില്ല, നമ്മൾ ഒരു പരിപാടിയും ചെയ്യില്ല. ഇത് നല്ലൊരു ആംബിയൻസ് ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതേ ഉള്ളൂ. ഇത് ശരിക്കും ഇത് ബാറാണ്. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു കുഞ്ഞുണ്ടായതുകൊണ്ട് നമുക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. റെസ്ട്രിക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവർ ഡ്രിങ്ക് സെർവ് ചെയ്യില്ല, അതുപോലെ തന്നെ നമുക്ക് ഫുഡ് അവർ സെർവ് ചെയ്യില്ല. നമുക്കിവിടെ വ്യൂ കാണാം, അങ്ങനൊരു ഇതേ ഉള്ളൂ. ശരിക്കും ഇത് ബാറാണ് കേട്ടോ, ഓപ്പൺ ബാറാണ്. ഇതാണ് ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലം. ഇഷ വിസ്റ്റ എന്ന് പറയുന്നത് ഒരു അത്യാവശ്യം നല്ലൊരു പൂളും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ റൂമിലൊക്കെ പോയി ഒന്ന് സാധനങ്ങളൊക്കെ ഒന്ന് വെച്ചിട്ട് ഡിന്നർ കഴിക്കാനായിട്ട് പുറത്ത് പോകാൻ പോവാണ്. അടുത്ത ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റ് ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോകാൻ പോവാണ്. പൊക്കോണ്ടിരിക്കുകയാണ്. സോറി കേട്ടോ, സോറി. അപ്പോൾ പൊക്കോണ്ടിരിക്കുക. തുടർന്നുള്ള വിശേഷങ്ങൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ലെനോറ ആണെങ്കിൽ ഭയങ്കരമായിട്ടും വിശന്നിട്ട് അവക്കങ്ങ് അവശതയാണ്. ഇല്ലേടി? അയ്യോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ചെന്നിട്ട് തുടർന്നുള്ള വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ അൽമോണ്ടേസ് സീ ഫുഡ് റെസ്റ്റോറൻറ്റിലോട്ട് വന്നേക്കാണ് സുഹൃത്തുക്കളെ. കഴിച്ചിട്ട് ബാക്കി അഭിപ്രായങ്ങൾ പറയാം. അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ളൊരു ഹോട്ടലാട്ടോ, റെസ്റ്റോറൻ്റാണ്. അപ്പോൾ കഴിച്ചിട്ട് ബാക്കി അഭിപ്രായങ്ങൾ പറയാം. അങ്ങനെ നമ്മൾ ഫുഡ് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കൾ. അമൂറാണ്. അമൂറിൽ ഇത് ഏതാണ്? റോസ്റ്റ് അല്ലേ? അമൂർ റോസ്റ്റ് അല്ലേ? ഇത് അമൂർ റോസ്റ്റ്, ഇത് ഗ്രില്ല് ചെയ്ത് ഫ്രൈ അല്ലേ? ഇത് രണ്ടും അമൂറാണ്. കാളാഞ്ചിയാണ്. അപ്പോൾ ഇത് കാളാഞ്ചി, ഇത് അമൂറാണ് കേട്ടോ. കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാം. A few moments later. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ കാളാഞ്ചി ആണെങ്കിലും അമൂറാണെങ്കിലും ഞങ്ങൾക്ക് ഇതും ഗ്രില്ലും ഇഷ്ടപ്പെട്ടു. നൈസായിരുന്നു. അയ്യോ, ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ റൂമിൽ പോകാൻ പോകണം. റൂമിൽ പോയി പ്രത്യേകിച്ച് ഉണ്ടാകും, നമ്മൾ പോയി കിടന്ന് ഉറങ്ങാൻ പോവാം. എനിക്ക് പൊളിച്ചാടുന്നുണ്ടോ? എന്നാ പിന്നെ നമുക്ക് ഇപ്പൊ കിടന്നുറങ്ങാം, എന്നിട്ട് നാളെ രാവിലെ നമുക്ക് അതിന്റെ പരിപാടിയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ തുടർന്നുള്ള വിശേഷങ്ങൾ ഞാൻ നിങ്ങളെ നാളെ കാണിക്കാം, നാളത്തെ വീഡിയോസിലേക്ക് കാണിക്കാം. അപ്പോൾ ശരി മക്കളെ. അങ്ങനെ ജിബിന ചേച്ചൻ പൂളിലോട്ട് ചാടാൻ പോവുകയാണ് ഗൈസ്. അയ്യോ, അങ്ങനെ ഞങ്ങൾ എണ്ണിച്ചിട്ട് എൻ്റെ അമ്മേ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഇരിക്കുക. ഞാൻ വന്നത് പ്രമാണിച്ച് ചേച്ചി എണ്ണിച്ച് നിൽക്കുന്നു. നിങ്ങളോടുള്ള ബഹുമാനം കാരണം കേട്ടോ ചേച്ചി. ഇരുന്ന് ചേച്ചി ചാടി എണ്ണിച്ച്. മെനോറി ജനിച്ചാൻ റെഡി, റോഡി ചേച്ചി റെഡി. എവിടെ പോ റെഡി? ഞാൻ പുളി ചാടണമെന്ന് വെച്ചിരിക്കുക. ഇതാണ് കേട്ടോ പൂള്. ഇതാണ് ഞങ്ങളുടെ ഇന്നലെ നിന്ന പ്രോപ്പർട്ടി. സാഗര റിസോർട്ടിൻ്റെ അവരുടെ തന്നെ മറ്റൊരു പ്രോപ്പർട്ടിയാണിത് കേട്ടോ. അങ്ങനെ ഞാൻ പൂളിലോട്ട് ചാടാനുള്ള തിരക്കിലാണ്. ഓ, എൻ്റെ ചായയും കൊണ്ട് താഴോട്ട് പോകാമെന്ന് വെച്ചു. ഗ്രൗണ്ട് ഫ്ലോർ. എൻ്റെ പൊന്നോ, ചായയും കൊണ്ട് താഴോട്ട് പോകുന്ന ചായ കുടിക്കുക. ചായ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ പുളിലോട്ട് ചാടുന്നു. ഞങ്ങളെന്ന് വെച്ചാൽ ഞാനും ജിബിന ചേച്ചനും പുളി ചാടും.
ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. എല്ലാം 11 മണിക്കാണ് ചെക്കൗട്ട് പറഞ്ഞത്. ഇപ്പോൾ 11:30 ഇപ്പം അവരവിടെ മേളിൽ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നിൽക്കുക. ഞാൻ വണ്ടിയിൽ സാധനങ്ങളൊക്കെ വെച്ചു. ഞങ്ങൾ ഇറങ്ങാൻ റെഡിയായിട്ട് നിൽക്കുക. ഞങ്ങൾ ഇനിയിപ്പോൾ ഇറങ്ങാൻ പോവാണ്. തുടർന്നുള്ള വിശേഷങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം. അതിന് മുമ്പ് ഞാൻ നിങ്ങളെ ഈ പ്രോപ്പർട്ടി ഒന്ന് കാണിക്കാം കേട്ടോ, ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കാം. അപ്പോൾ ഇതായിരുന്നു ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്തിരുന്ന റിസോർട്ട് കേട്ടോ. ഇഷ വിസ്ത എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര്. ബീച്ച് സൈഡ് തന്നെ. ഇവിടുന്ന് ഈ റോഡ് നമ്മൾ താഴോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ലൈറ്റ് ഹൗസ് ബീച്ചിലെത്തും. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ബീച്ചാണ്. ഞങ്ങൾ പോയില്ല. ഈ ഇഷ വിസ്ത ബീച്ച് റിസോർട്ട് എന്ന് പറയുന്നത് സാഗര ബീച്ച് റിസോർട്ടിൻ്റെ തന്നെ സ്വന്തമാണ് കേട്ടോ. ഇതേമായിരുന്നു ഞങ്ങൾ ഫുൾ ടൈം ഞങ്ങൾ ടേക്ക് ചെയ്തത്. ഭയ്യ ആപ്കാ നാം ക്യാ താ? പ്രശാന്ത് ആണ് ഇത് ഫുൾ ടേക്ക് കെയർ ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ ആഴിമലയിലാണ് വന്നേക്കുന്നത്. താഴെ പോയി ഡ്രോപ്പ് ചെയ്തിട്ട് വരാറുണ്ട്. ഈ വഴി സ്ട്രെയിറ്റ് താഴോട്ട് ചെല്ലുന്നത് ആഴിമല ശിവക്ഷേത്രത്തിലാണ്. നമ്മളിപ്പോൾ ആഴിമലയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് താഴോട്ട് അവിടെ കുറച്ച് ദൂരെയാണ് പാർക്കിംഗ്. അവിടെ പാർക്കിംഗ് ഉള്ളായിരുന്നു. പാർക്കിംഗ് കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി അവിടെ ഇട്ടിട്ട് ഞങ്ങൾ താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഇന്ന് ഞങ്ങൾ മാപ്പിൽ നോക്കിയപ്പോൾ സംഭവം ക്ലോസ്ഡ് എന്നാണ് കാണിച്ചത്. ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ. ആൾക്കാർ താഴോട്ട് പോകുന്നുണ്ട്, അപ്പോൾ ഓപ്പൺ ആവാൻ ചാൻസ് ഉണ്ട്. മാപ്പിൽ പക്ഷേ ക്ലോസ്ഡ് 5 മണി കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. കുറച്ചും കൂടെ ക്ലോസ് ആയിട്ടുള്ള വ്യൂ കാണിക്കാം. ഇതാണ് കേട്ടോ ശിവൻ്റെ സ്റ്റാച്ചു. വലിയ സ്റ്റാച്ചുവാണ്. വലിയ അടിപൊളി വലിയൊരു സ്റ്റാച്ചുവാണ്. ഒരു ഹെലികോപ്റ്റർ അല്ല, ഒരു ഡ്രോൺ ഷോട്ടൊക്കെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു, നല്ല രസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് വരാമെന്നുള്ള ഞങ്ങൾ പ്ലാൻ ചെയ്തു. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ജനിച്ചാൻ ഇനി ഇങ്ങോട്ട് വരണം. ജനിച്ചാൻ വന്നിട്ട് നമ്മൾ പോകാം എന്നുള്ള രീതിയിൽ നിൽക്കുന്നു. എന്താ പറയുക, ഈ അമ്പലത്തിൻ്റെ തൊട്ട് അപ്പുറത്ത് തന്നെ കടലാണ് കേട്ടോ. നല്ല അത്യാവശ്യം വലിയ കടലാണ്. ജൂം ചെയ്ത് കാണിക്കാറുണ്ടോ? വലിയ കടലാണ്. രക്ഷയില്ല. നമ്മുടെ ജനിച്ചാൻ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒരു സാധനം കൂടെ കാണിക്കാം കേട്ടോ. ഇതാണ് വിഴിഞ്ഞം പോർട്ടിലോട്ടുള്ള വഴിയാണ് കേട്ടോ. നമുക്കൊന്നും അകത്ത് കയറാൻ പറ്റില്ല, റെസ്ട്രിക്റ്റഡ് ആണ്. അയ്യോ, അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ 2 ദിവസത്തെ പരിപാടി. ഇപ്പോഴല്ല, പൂവാറ് പോയി കാണാൻ പറ്റിയില്ല. സോറി ഗൈസ്. അടുത്ത വട്ടം പ്ലാൻ ചെയ്തിട്ട് വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ എൻ്റെ വ്ളോഗ്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ അടിപൊളി കോണ്ടൻറ്റ്സ് ഒക്കെ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ.